ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനായി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയയെ ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുവല്ലോ. കർത്താവ് തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു എന്ന്. ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നാം ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ തൻ്റെ രക്തം ചിന്തി നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും വീണ്ടെടുത്തവനായ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നാം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചവനായ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ. നാം ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് നമ്മെ ഇതുവരെയും വഴി നടത്തുകയും ആവശ്യങ്ങളിൽ സഹായിക്കുകയും ആപത്തുകളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തവനായ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കേണ്ടതിനായി ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ ദൈവം എന്ന് നാം അറിയണമെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം അനേകർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത് ആവശ്യങ്ങൾ നിറവേറുവാനായി, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കിട്ടുവാനായിട്ട് മാത്രം. ഇത് ദൈവമാകുന്നു, ഞാൻ ദൈവത്തിനുള്ളവൻ, അവൻ എന്നെ ഉണ്ടാക്കി എന്ന ബോധത്തോടെ അല്ല. അനേക മാതാപിതാക്കൾ മക്കൾക്ക് മുമ്പാകെ പ്രാർത്ഥനയും ദൈവത്തെയും കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം ആവശ്യങ്ങൾ സഹായിക്കുമെന്ന്. ഈ കർത്താവ് ദൈവമാകുന്നു, അവൻ നിന്നെ ഉണ്ടാക്കി, നീ അവനുള്ളവൻ ആകുന്നു എന്ന് മാതാപിതാക്കൾ പറയാറില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ മക്കൾ ദൈവത്തിനുള്ളവരായി വളരുമായിരുന്നു. ദൈവം ഇല്ലാത്തവരായ, ദൈവകൽപ്പനകളെ ധിക്കരിക്കുന്നവരായ ഒരു തലമുറയായി നിങ്ങളുടെ മക്കൾ മാറില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എത്ര മാതാപിതാക്കൾക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിനുള്ളവരെന്ന്? ഓർക്കുക, കർത്താവ് തന്നെ ദൈവമാകുന്നു, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. ഈ ബോധ്യത്തോടുകൂടെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടക്കാം. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരോടും ഇത് സാക്ഷിക്കുവാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. ജീവനോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന ബോധ്യമുള്ള എല്ലാവർക്കും ജീവനോടെ ശബ്ദമുയർത്തി ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുന്ന് ഞങ്ങളുടെ ദൈവം എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ഉണ്ടാക്കി, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തി. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനുള്ളവരാകയാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങ്
മഹത്വപ്പെടുത്തുന്നു. Glory to God. Hallelujah. Hallelujah. Praise the Lord. Glory to God. Hallelujah. Hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. Glory to Jesus Christ. Hallelujah. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്ന വേളയിൽ സ്വർഗം തുറന്ന് ദൈവാത്മ ശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. അത്യുന്നതന്റെ ശക്തി പരിവർത്തിക്കുമാറാകണമേ. കർത്താവിന്റെ കൃപ വ്യാപരിക്കുമാറാകണമേ. ദൈവത്തിന്റെ കൃപ ഒരിക്കൽ കൂടി ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. Glory to God. Hallelujah. Glory to God. Hallelujah. Hallelujah. Praise the Lord. Glory to God. Praise the Lord. Glory to God. Hallelujah. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகா பரிசுத்த ஸ்தலத்தினில் கேருபீன்கள் மத்தியில் கிருபாசன மீதினில் இறங்கி வந்தீரே. மகா பரிசுத்த ஸ்தலத்தினில் கேருபீன்கள் மத்தியில் கிருபாசன மீதினில் இறங்கி வந்தீரே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. முச்செடியின் மத்தியில் சீனாய் மலை உச்சியில் கண்மலையின் வெடிப்பினில் இறங்கி வந்தீரே. முச்செடியின் மத்தியில் சீனாய் மலை உச்சியில் கண்மலையின் வெடிப்பினில் இறங்கி வந்தீரே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வறுமையா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே, ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. சீடர்களின் மத்தியில் மேல் வீட்டு அறையினில் பெந்தெகோஸ்தே
துதிகளின் மத்தியில் மேல் வீட்டு அறையினில் பெந்தெகோஸ்தே நாளினில் இறங்கி வந்தீரே. வரும் ஐயா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. வரும் ஐயா நல்லவரே, துணையாளரே, எங்கள் ஆறுதலே. மகிமையின் மேகமாக இறங்கி வந்தீரே. ஆசரிப்பு கூடாரத்தில் இறங்கி வந்தீரே. மகிமையின் மேகமாக இறங்கி வந்தீரே. ஆசரிப்பு கூடாரத்தில் இறங்கி വந்தീരേ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. Glory to God, glory to God, glory to Master. Hallelujah, hallelujah. Praise the Lord, glory to God. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory to Jesus Christ. Hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Glory to God, hallelujah. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. Glory to God, glory to God, glory to Master. Hallelujah. പിതാവേ, സകലവും സൃഷ്ടിച്ചവനും സകലതും പരിപാലിക്കുന്നവനുമായ ദൈവം ഞങ്ങളുടെ പിതാവായിരിക്കയാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സർവശക്തനും സർവത്തിൻ്റെയും സൃഷ്ടിതാവുമായ ദൈവത്തിനുള്ളവരാക്കി ഞങ്ങളെയും തീർത്തിരിക്കയാൽ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. Glory to God, glory to Master. Hallelujah. Praise the Lord. Hallelujah, hallelujah. Glory, glory to Master. Hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. Glory to Jesus Christ. Hallelujah, hallelujah. സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർതലത്തിൻ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ.
എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമീ മികവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. വീണ്ടും വന്നിടുമീ മികവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്കൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. കണ്കൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. പാലും കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ. പാലും കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൻ സൃഷ്ടികർത്താനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. Hallelujah, glory, glory to Master. Hallelujah, 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 hallelujah. Glory to God, glory to Master, glory to God. Hallelujah. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമെന്നതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗീയ ദർശനങ്ങളെ കാണുമാറാകണമേ. ഞങ്ങളുടെ ചെവികളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വരം മുഴങ്ങുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ പിന്നെയും സാക്ഷിക്കുവാൻ, ഞങ്ങളുടെ ദൈവത്തിനുള്ളവരെന്ന് ഞങ്ങളുടെ കർത്താവിനെ സാക്ഷിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമേ. ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമാറാകണമേ, സംസാരിക്കുമാറാകണമേ, രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ദൈവശക്തിയെ പ്രാപിച്ചവരാകി കർത്താവിന് വിശ്വസ്ത സാക്ഷികളായി കടന്നു പോകുവാൻ ദൈവത്തിന്റെ ശക്തി നിറയ്ക്കുമാറാകണമേ. നന്ദിയോട് ഞങ്ങളെങ്ങനെ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Praise the Lord. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവയെ തിരിച്ചറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ ആരും അപഹരിച്ചു കൊണ്ടുപോകയില്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു. എൻ്റെ മക്കൾ, എന്നെ സ്നേഹിക്കുന്നവർ ആരാണോ? യേശു പറയുന്നു. ഇവിടെ യേശു പറയുന്നതാണ്. വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നവർ ആരാണോ അവർ എൻ്റെ സ്വരം കേൾക്കുന്നു. എൻ്റെ സ്വരം, യേശുവിൻ്റെ സ്വരം കേൾക്കുന്നു. എന്താണ് യേശുവിൻ്റെ സ്വരം? യേശുവിൻ്റെതായ
തിരുവചനങ്ങൾ, ഉപദേശങ്ങൾ, യേശുവിൻ്റെതായ കൽപ്പനകൾ, ഇതാണ് സ്വരം. ആ സ്വരം കേൾക്കുന്നത് എൻ്റെ ആടുകളായിരിക്കും. എൻ്റെ ആടുകൾ വിശ്വാസികളാണ്. സത്യസന്ധമായ വിശ്വാസികൾ യേശുവിൻ്റെ ആടുകളാണ്. ചുമ്മാ വരുന്നവരാരും യേശുവിൻ്റെ ആടുകളല്ല. അവർ അലഞ്ഞു തിരിഞ്ഞ് എന്തെങ്കിലും കാര്യസാധ്യത്തിനായി വരുന്നവരാണ്. അവർ ദൈവസ്വരം ശ്രദ്ധിക്കുന്നില്ല. അവർ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ അവർ വകവയ്ക്കുന്നില്ല. തിരുവചനങ്ങൾ എന്താണെന്നറിയില്ല. തിരുവചനം എന്താണെന്ന് പോലും അറിയില്ല. ഇവിടെ കർത്താവായ യേശു പറയുന്നു, എൻ്റെ ആടുകളാണെങ്കിൽ എൻ്റെ സ്വരം ശ്രദ്ധിക്കുന്നു, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു, എൻ്റെ ഉപദേശം ശ്രദ്ധിക്കുന്നു, എൻ്റെതായ നിയമങ്ങൾ പാലിക്കുന്നു. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യേശുവിൻ്റെതായ തിരുവചനങ്ങൾ അനുസരിച്ചുകൊണ്ട് കാണപ്പെടുന്നത് മാത്രമാണ് എൻ്റെ ആടുകൾ എന്നിവിടെ യേശു പറയും. ബാക്കിയുള്ള ആടുകൾ കള്ള ആടുകളാണ്. കറുത്ത ആടുകളാണ്. ബാക്കിയുള്ള വിശ്വാസികൾ കറുത്ത ആടുകളാണ്. യേശുവിൻ്റെ സ്വരം കേൾക്കുകയും യേശു പറയുന്നത് ശ്രദ്ധിക്കുകയും യേശുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കാണപ്പെടുന്ന യേശുവിൻ്റെ സ്വന്തം ആടുകൾ വെള്ളാടുകളാണ്. ആ ആടുകൾ വെള്ളാടുകളാണ്, വെണ്മ നിറമുള്ളതാണ്. യേശുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാതെയും യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കാതെയും വെറും കാര്യസാധ്യത്തിന് വേണ്ടി യേശു എന്ന് പുറകെ കൂടുന്നവർ, തങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നടന്നു കിട്ടിയാൽ മതി, മക്കളുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി, സ്വന്തം കാര്യം സിന്ദാബാദ്, അതുമാത്രം മതി, ബാക്കിയുള്ളതൊക്കെ പിന്നെ നോക്കിക്കൊള്ളാം എന്ന് വിചാരിക്കുന്ന ആടുകൾ കറുപ്പാടുകളാണ്, കള്ള ആടുകളാണ്. ഇവിടെ യേശു പറയുന്നു, ആ ആടുകൾ എൻ്റെ ആടുകളല്ല. ആ വിശ്വാസികൾ എൻ്റെ വിശ്വാസികളല്ല. എൻ്റെ വിശ്വാസിയാണെങ്കിൽ എന്നെ സ്നേഹിച്ചിരിക്കും. എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിച്ചിരിക്കും. എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ എന്തു പറയുന്നുവോ വചനത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അതനുസരിച്ച് ചെയ്യും, പ്രവർത്തിക്കും. എന്താണ് ദൈവത്തിന് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കും. മറ്റുള്ളവർ അങ്ങനെയുള്ളവരല്ല, കറുപ്പാടുകളാണ്. അടുത്ത വചനം പറയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ പുറകെ കൂടുന്നു. എൻ്റെ ആടുകൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ല. എൻ്റെ ആടുകൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ സ്വന്തം ആടുകൾ, എൻ്റെ സ്വന്തം വിശ്വാസികൾ, എൻ്റെ സ്വന്തം മക്കൾ, എന്നാൽ രക്ഷിക്കപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ച എൻ്റെ മക്കൾ, അവർ എന്നെ അനുഗമിക്കുന്നു, എൻ്റെ പുറകെ കൂടുന്നു. അവർക്ക് ലൗകികമായ കാര്യങ്ങൾ പ്രശ്നമല്ല, അവർക്കത് വേണ്ട. ദൈവം നോക്കിക്കൊള്ളും അവരുടെ കാര്യങ്ങൾ. അതിലൊരു ഉറപ്പ്, ദൈവം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് അവരിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് യേശു മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആടുകൾ, ആ വെള്ള ആടുകൾ, കർത്താവിൻ്റെ വിശുദ്ധർ എവിടെ പോകുന്നു? ആ യേശുവിനെ പിന്തുടർന്നു പോകുന്നു. യേശു എവിടെ പോകുന്നു അവർ അതിൻ്റെ പുറകെ പോകും. യേശു വഴി നടത്തുന്നു. യേശു ഇടയനാണ്. ഇടയൻ ആടുകളെ വഴി നടത്തുന്നു. യേശുവിൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളായി നീ കാണപ്പെടുന്നു എങ്കിൽ നീ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്.
യേശുവിൻ മേയ്ക്കുന്ന ആ മേയ്ച്ചൽ സ്ഥലത്ത് എനിക്ക് കാര്യമില്ല. യേശു എനിക്ക് തരേണ്ട അപ്പമോ മറ്റുള്ള അനുഗ്രഹങ്ങളോ എനിക്കത് കിട്ടിയാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം കിട്ടിയാൽ മതി. അപ്പം വേണ്ട. അപ്പൻ കിട്ടിയാൽ മതി. അപ്പനെ വേണ്ട. യേശു അപ്പനെ എനിക്ക് വേണ്ട. യേശു അപ്പൻ എന്നെയും കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം. ഈ യേശു പറയുന്ന വാക്കുകളൊന്നും കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഈ യേശുവിൻ്റെ ഉപദേശം സ്വീകരിക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. ഈ യേശു പറയുന്നത് പോലെ യേശുവിൻ്റെതായ കൽപ്പനകൾ പാലിക്കാനും ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, കുടുംബത്തിൽ ചില കാര്യങ്ങളുണ്ട്, മക്കൾക്ക് ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഉദ്യോഗം, അവരുടെ പഠിപ്പ്, അവരുടെ കല്യാണം, അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് ഇവിടെ വരുന്നത്, വേറെ എന്തിന്? അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ പുറകെ വരാനും പറ്റില്ല. അതിനൊക്കെ സമയമില്ല, പോ എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷവും. എന്ന് പറയുന്ന വിശ്വാസികളാണ് ഭൂരിപക്ഷവും. കള്ള ആടുകൾ, കറുത്ത ആടുകൾ. അടുത്ത് വായിക്ക. ഞാൻ അവർക്ക്, എൻ്റെ പുറകെ വരുന്ന എൻ്റെ ആടുകൾക്ക്, എൻ്റെ വിശ്വാസികൾക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ നിത്യജീവൻ നൽകുന്നു. യേശു പറയുന്നു, ഞാൻ നിത്യജീവൻ അവർക്ക് നൽകുന്നു. എന്താണ് നിത്യജീവൻ? സ്വർഗത്തിലൊരു സ്ഥലം അവർക്ക് കൊടുക്കുന്നു. നിത്യതയിൽ പങ്ക് അവർക്ക് കൊടുക്കുന്നു. എന്നുമെന്നും ഉള്ള കാലം അത്രയും എൻ്റെ കൂടെ വസിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഭാഗ്യവും അവർക്ക് ഞാൻ കൊടുക്കുന്നു. എൻ്റെ പുറകെ വരുന്ന ആടുകൾക്ക് മാത്രം. കറുത്ത ആടുകൾക്കത് കിട്ടില്ല. കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന കറുത്ത ആടുകൾക്ക് ഈ സംരക്ഷണം കിട്ടുകയില്ല. വീണ്ടും വായിക്കാം. അവ ഒരിക്കലും നശിക്കില്ല. എൻ്റെ ആടുകൾ നശിച്ചു പോകില്ല, പുറകോട്ട് പോകില്ല. കാര്യം കഴിഞ്ഞാൽ എൻ്റെ ആടുകൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും. കാര്യം കഴിഞ്ഞാൽ ഓടിക്കളയുന്നവരും കാര്യം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുമാണ് കറുത്ത ആടുകൾ. കറുത്ത ആടുകൾ, അവരുടെ പണി അതാണ്. കാര്യം നടക്കും വരെ നിൽക്കും. കാര്യം നടന്ന് എല്ലാ കാര്യവും, ലൗകികമായ കാര്യങ്ങളെല്ലാം നടന്ന്, മക്കളുടെ കാര്യവും നടന്ന് എല്ലാം സുഭിക്ഷമായി 10 പണവും കയ്യിൽ വന്നതിന് ശേഷം ഈ കറുത്ത ആടുകൾ ഓടിക്കളയും. യേശുവിനെ വിട്ട് ഓടിക്കളയും. 10,000 ഓടി ഇടപാടില്ലെന്ന്. 10,000 ജനം ഓടി രക്ഷപ്പെട്ടു ഇടപാടില്ലെന്ന്. കാര്യങ്ങൾ നടന്നു കിട്ടിയതിന് ശേഷം കറുത്ത ആടുകൾ ദൈവത്തെ അവഗണിക്കുന്നു. തുടർന്ന് വായിക്കാം. എൻ്റെ കയ്യിൽ നിന്ന്, അത് എൻ്റെ ആടുകളാണ്. എൻ്റെ കയ്യിൽ നിന്ന് അവയെ ആരും അപഹരിക്കില്ല. എൻ്റെ ആടുകളെ അപഹരിക്കില്ല. പിശാചായവൻ എൻ്റെ ആടുകളെ തൊടുകില്ല, അപഹരിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല. എന്നാൽ കറുത്ത ആടുകളെ പിശാച് മോഷ്ടിക്കും. കറുത്ത ആടുകളെ പിശാച് മോഷ്ടിച്ച് ദൈവസന്നിധിയിൽ നിന്നും അകറ്റിക്കളയും. പിശാചിൻ്റെ കൂടെയാണ് അവരുടെ ജീവിതം. കാരണം അവർക്ക് ദൈവം വേണ്ട. ദൈവത്തിൽ നിന്നും വരുന്നതായ അനുഗ്രഹങ്ങൾ മാത്രം മതി. അത് കറുത്ത ആടുകളാണ്. എൻ്റെ ആടുകൾ എൻ്റെ പുറകെ വരുന്നു. എന്നെ അവർ അനുഗമിക്കുന്നു. അവർ എൻ്റെ പുറകെ വരുന്നു. അവ ഒരിക്കലും നശിക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ ആരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവയെ എനിക്ക് തന്ന എൻ്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. യേശു പറയുന്നു, ഈ മക്കളെ, ഈ നല്ല മക്കളെ, ഈ വെള്ള ആടുകളെ, ഈ വിശുദ്ധി നിറഞ്ഞ മക്കളെ എനിക്ക് തന്നത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം ഒരുവനെ ആകർഷിക്കുന്നില്ല എങ്കിൽ അവൻ പുത്രനായ യേശുവിൻ്റെ അരികിലേക്ക് വരുവാനോ രക്ഷ പ്രാപിക്കുവാനോ അഭിഷേകം പ്രാപിക്കുവാനോ ദൈവത്തിൻ്റെ മകനായി മാറുവാനോ അവന് സാധ്യമല്ല.
ഒരുവൻ ദൈവത്തിൻ്റെ മകനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെതായ ഹിതം വേണം, പിതാവിൻ്റെതായ താല്പര്യം വേണം, പിതാവ് അവനെ ആകർഷിക്കണം. പിതാവായ ദൈവം ആകർഷിച്ച തൻ്റെ മകനായ യേശുവിൻ്റെ അരികിലേക്ക് ആ മകനെ തള്ളി ഉന്തി വിട്ടാൽ, ആ മകൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ആ മകന് രക്ഷയും അഭിഷേകവും എല്ലാം കിട്ടും. ആ മകൻ യേശുവിൻ്റെ മോനായി മാറും. ഇതാണ് സംഭവം. മറ്റുള്ളവർക്കത് സാധ്യമല്ല. ഇവിടെ വീണ്ടും തിരുവചനം വ്യക്തമാക്കുന്നു, എല്ലാവരെക്കാളും വലിയവനാണ് എൻ്റെ പിതാവ്. പിതാവിൻ്റെ കയ്യിൽ നിന്നും അവയെ അപഹരിക്കാൻ ആർക്കും സാധ്യമല്ല. എൻ്റെ പിതാവിൻ എനിക്ക് തന്ന മക്കളാണ് ശരിയായ ആടുകൾ, വെള്ള ആടുകൾ. സത്യമായി ദൈവത്തെ ആരാധിക്കുകയും സത്യത്തിലും ആത്മാവിലുമായി ആരാധിക്കുകയും ദൈവത്തോടൊപ്പം കാണപ്പെടുകയും യേശുവിൻ്റെ കൂട്ടായ്മയിൽ കാണപ്പെടുകയും ചെയ്യുന്നവരാണ് നല്ല ആടുകൾ. അവയെ എനിക്ക് തന്ന പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഞാനും പിതാവും ഒന്നാകുന്നു. ദൈവം കൈവിടിയില്ല. ദൈവമക്കളെ യേശു ഒരിക്കലും കൈവിടിയില്ല. തന്നാൽ സ്നേഹിക്കപ്പെടുകയും തന്നാൽ രക്ഷിക്കപ്പെടുകയും തന്നാൽ അഭിഷേകം പ്രാപിക്കുകയും തന്നാൽ കൃപ പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ആടുകൾ, ആ വെള്ള ആടുകളെ ആർക്കും അപഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല. പിശാച് എത്ര ശ്രമിച്ചാലും അവർ വീണു പോകില്ല. മറ്റുള്ള കറുത്ത ആടുകൾ ഉടനെ വീണുപോകും. കാര്യം നടന്നതിന് ശേഷം എല്ലാം പോകും, എല്ലാം മറന്നു കളയും. കാര്യമെന്ത്? കറുത്ത ആടുകളായതുകൊണ്ട്. കറുത്ത ആടുകൾക്ക് രക്ഷയില്ല, അവ നശിച്ചു പോകും. വെള്ള ആടുകൾ മാത്രം രക്ഷപ്പെടും, യേശുവിൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കും. ഇതാണ് സത്യം. നീ മനസ്സിലാക്കണം. വെറുതെ വന്നിട്ട് പോയാൽ പോരാ, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ 6-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം. എൻ്റെ പിതാവ് എനിക്ക് തരുന്നതെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ പിതാവ് എനിക്ക് തരുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരും. യേശു പറയും. ഇതൊക്കെ വലിയൊരു വെളിപ്പെടുത്തലാണ്. നിനക്ക് മനസ്സിലാകില്ല. ഞാൻ എന്തു ചെയ്യാൻ? എൻ്റെ പിതാവ് തരുന്നതെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവ് തരാത്തതൊന്നും യേശുവിൻ്റെ അടുക്കൽ വരികയില്ല. പിതാവിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് പിതാവ് തൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ അരികിലേക്ക് അയക്കുന്നു. യേശു രക്ഷ നൽകുന്നു. ഈ രക്ഷ നൽകാനുള്ള അധികാരം യേശുവിന് മാത്രമാണ്, പിതാവിനില്ല. പിതാവ് വിചാരിച്ചാൽ ഒരുത്തനെ രക്ഷിക്കാൻ സാധ്യമല്ല. പിന്നെ ആർക്കാണ്? യേശുവിന് മാത്രമേ രക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. കാരണം ആ അധികാരം മുഴുവനും പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആരെങ്കിലും രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ കൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് എനിക്ക് തരുന്നതെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വന്ന് ശരണാഗതി പ്രാപിച്ച് പാപമോചനം നേടി എൻ്റെ മകനായി മകളായി മാറിയവരെ ഞാൻ തള്ളുകയില്ല. എൻ്റെ സ്വന്തം മക്കളായി മാറിയവരെ ഞാൻ തള്ളിക്കളയുകയില്ല. യേശു പറയുന്നു, ഞാൻ ഒരിക്കലും തള്ളുകയില്ല. ആരെ? വെള്ള ആടുകളെ. കറുത്ത ആടുകളെ തള്ളിക്കളയും. യേശു തള്ളിക്കളയും. നീ അകല പാതാളത്തിൽ ചെന്ന് വീഴും. അന്ന് 32 വർഷം വന്നു, 33 വർഷം വന്നതല്ലയോ ഞാനെന്ന് നീ കണക്ക് ചോദിച്ചാൽ തിരിച്ചടി ഉണ്ടാകും നിനക്ക്. ദൈവമക്കൾ ദൈവത്തോടു കൂടെ ഇരിക്കണം. ഞാൻ തള്ളിക്കളയുകയില്ല.
യേശു പറയുന്നു, ഞാൻ ഇവരെ ആരെയും തള്ളിക്കളയില്ല. എൻ്റെ മക്കളെ ഞാൻ തള്ളിക്കളയില്ല. എന്നെ വിശ്വസിച്ച് വന്നവരെ ഞാൻ തള്ളിക്കളയില്ല. എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരെ ഞാൻ തള്ളിക്കളയില്ല. അവർ എൻ്റെ മക്കളാണ്, യേശു പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ മക്കളായി കാണപ്പെടുന്നവർ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, ഒരിക്കലും തള്ളിക്കളയില്ല. ഞാൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കും, എൻ്റെ വലത് കരം അവരെ താങ്ങും. അവരെൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവരാണ് എൻ്റെ ആടുകൾ, അവരാണ് എൻ്റെ സ്വന്തം വിശ്വാസികൾ, അവരാണ് എൻ്റെ മക്കൾ, അവരാണ് വെളുത്ത ആടുകൾ. കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദ്രവ്യാഗ്രഹം പാടില്ല. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് പണമോഹം. നിനക്ക് പണമോഹം പാടില്ല. പണമോഹം നിനക്കുണ്ടെങ്കിൽ കർത്താവിനുള്ള വക നീ കൊടുക്കുകയുമില്ല. പണമോഹത്തിൽ ഇന്ന് കാണപ്പെടുന്നവരാണ് ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്, അതായത് കറുത്ത ആടുകൾ. അവർ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരാണ്. പണത്തിൽ ഒരു ആർത്തി, ഒരു അത്യാഗ്രഹം. എത്ര കിട്ടിയാലും പോരാ, എത്ര കിട്ടിയാലും പോരാ. പണം പണം പണമെന്ന് ഏങ്ങി കാണപ്പെടുന്നവർ ധാരാളമുണ്ട്. ഇവിടെ യേശു പറയുന്നു, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. നിങ്ങളാരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ സ്വന്തം വിശ്വാസികളാണെങ്കിൽ, ദൈവം സ്നേഹിക്കുന്ന മക്കളാണ് എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എങ്കിൽ, നിങ്ങൾ പണമോഹം നിങ്ങൾക്ക് പാടില്ല. പണം വേണം. പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പണമില്ലാതെ എങ്ങനെ ജീവിക്കും? എല്ലാവർക്കും പണം വേണം. പണം അത്യാവശ്യമാണ്. ആ പണം നിനക്ക് കർത്താവ് തരും. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ആകാംക്ഷ നിന്നിൽ പാടില്ല. അത് പാപമാണ്, അത് പാപമാണ്. പണം വേണം. അതിലേക്ക് വേണ്ടി രാത്രി പകൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി വെച്ചതുകൊണ്ട് ദൈവം നിന്നിൽ പ്രസാദിക്കുന്നില്ല. നിന്നെ കൈവിട്ട് കളയും. ദൈവം നിന്നെ കൈവിട്ട് കളയും. കാരണം നിൻ്റെ ശ്രദ്ധ പണത്തിലാണ്, കർത്താവിലല്ല, യേശുവിലല്ല, നിത്യജീവനിലല്ല. ചത്താൽ എവിടെ പോകും? എടാ, നീ ചത്താൽ എവിടെ പോകുമെന്നുള്ള ചിന്ത നിനക്കുണ്ടോ? ആ ചിന്ത ഉണ്ടേ എങ്കിൽ നിനക്ക് പണമോഹം വരിയില്ല. കർത്താവേ, എന്നെയും നിൻ്റെ രാജ്യത്ത് കൊണ്ട് ചേർക്കണേ എന്ന് പണ്ട് കള്ളൻ പറഞ്ഞതുപോലെ കുരിശിൽ തൂങ്ങിക്കിടന്ന് ഒരു കള്ളൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ എന്നെയും സ്വീകരിക്കണമേ എന്ന്. ഒരു കള്ളൻ്റെ അഭ്യർത്ഥനയാണ് യേശുവിനോട്, എന്നെ സ്വർഗത്ത് ചേർക്കണമെന്ന്. നിനക്ക് ആഗ്രഹമുണ്ടോ? ആ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും നിന്നെ അറിയാതെയെങ്കിലും? നല്ല ആടുകൾ അത് പറഞ്ഞിരിക്കും, കള്ള ആടുകൾ അത് പറയില്ല. ദൈവത്തിൻ്റെ നല്ല വിശ്വാസികളെ ദൈവം ഒരിക്കലും കൈവെടിയുകയില്ല. ഇവിടെ തിരുവചനം പറയുന്നു, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, എങ്കിൽ ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. നിനക്ക് കർത്താവ് തന്നിട്ടുള്ളത് എന്താണോ, ഒരു വീടോ ഒരു വലയോ വള്ളമോ, നിനക്കൊരു പ്രത്യേക വരുമാനമോ, എന്താണ് അത്, കുറവോ കൂടുതലോ എന്തു തന്നെ ആയാലും
എനിക്ക് ദൈവം തന്ന ഇത്രയും മതി, എനിക്ക് കൂടുതൽ വേണ്ട, ദൈവം തരുന്നത് എനിക്ക് മതി, ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് തരും, അത് മതി എന്നുള്ള തൃപ്തി നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നിൻ്റെ വരവും പോക്കും അർത്ഥമില്ലാതെ പോകും, ചത്താൽ നരകത്ത് പോകും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നെ തള്ളിക്കളയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ വിശ്വാസിയാണ്, ഞാൻ സ്നേഹിക്കുന്ന മക്കളാണ്. നീ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനങ്ങൾ പാലിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന എൻ്റെ മോനാണ്. നിന്നെ തള്ളുകയില്ല, നിന്നെ തള്ളുകയില്ല. ഇതനുസരിക്കാത്തവരെ ഞാൻ തള്ളും, കറുത്ത ആടുകളെ ഞാൻ തള്ളിക്കളയും. നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായി. എന്നെ സഹായിക്കുന്നവൻ കർത്താവ് മാത്രമാണ്. യേശു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹായി. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഒന്നിനും ഭയപ്പെടുകയില്ല. ഞാൻ കർത്താവിൻ്റെ വെള്ളാടായതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ഞാൻ അപ്പാടെ പാലിച്ച് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയമില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എടാ, എനിക്ക് കർത്താവിനോട്, എനിക്ക് ഈ മനുഷ്യനോട് ഒരു ഭയവുമില്ല. ഈ ലോകത്തിലെ ജീവിതത്തിൽ ഭയമില്ല. കാരണം എന്തുകൊണ്ട് ഭയമില്ല? യേശു എൻ്റെ കൂടെ ഉണ്ട്. എന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത യേശു എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എന്നെ തള്ളിക്കളയാത്ത യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ ഭയക്കണം? എടാ, ഞാൻ ആരെ ഭയപ്പെടണം? എനിക്ക് ആരെയെങ്കിലും ഭയപ്പെടാനുള്ള കാര്യമുണ്ടോ? എൻ്റെ കയ്യിൽ സർവശക്തനായ യേശു എൻ്റെ കൂടെ ഉണ്ട്. അവൻ എന്നെ കാത്തു സൂക്ഷിക്കുന്നു. അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണ്, എന്നെ ഒരിക്കലും തള്ളി പറയാത്തവനാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ ഞാൻ ആരെ ഭയക്കണം? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. സാധാരണ മനുഷ്യന് എന്നോടിരിക്കുന്ന യേശു എന്നോടുള്ളത് കൊണ്ട് ഈ സാധാരണ മനുഷ്യന് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ചോദ്യമാണ് അവിടെ വരുന്നത്. എന്നെ ഒരുത്തനും തൊടുകില്ല, എന്നെ ഒരുത്തനും തൊടുകില്ല. ഞാൻ ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. യേശു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത യേശു എൻ്റെ കൂടെ ഉണ്ട്. നിത്യതയിൽ പങ്കു തരുന്ന ഒരു യേശു എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കാര്യങ്ങൾ മുഴുവനും നടത്തി തരുന്ന യേശു എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആരെയും ഭയപ്പെടുകയില്ല, എനിക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം യേശു എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആരെയും ഞാൻ ഭയപ്പെടുകയില്ല. കേവലം ഈ മനുഷ്യൻ എനിക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ തിരുവചനം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നീ ആ യേശുവിനെ തള്ളിക്കളയാതിരിക്കുന്നത് വരെ നിന്നെ യേശു തള്ളിക്കളയുകയില്ല. നീ യേശുവിനെ തള്ളിക്കളഞ്ഞാൽ യേശു നിന്നെയും തള്ളും, നിന്റെ കുടുംബത്തെയും തള്ളിക്കളയും. യേശു നിന്നെ നരകത്തിലേക്ക് അയക്കും. എന്നാൽ ആ യേശുവിനെ അനുസരിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, യേശു പറയുന്ന തിരുവചനങ്ങൾ പാടെ പാലിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ഒരു നല്ല ആടായി, ഒരു വെള്ള ആടായി നീ കാണപ്പെട്ടാൽ നിന്നെ മേയ്ക്കുന്ന ഇടയ
വിജയനായി യേശു പുറപ്പെട്ടു വരുന്നു. ആ യേശു ഒരിക്കലും നിന്നെ തള്ളിക്കളയുന്നവനല്ല എന്നുള്ള ആ വലിയ തോന്നൽ നിനക്കുണ്ടാകണം. അങ്ങനെ ഒരിക്കലും തള്ളിക്കളയാത്ത യേശുവിൻ്റെ പൊന്നുമക്കളാണ് നാം എന്ന ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാൻ. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാൻ. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാൻ. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാൻ. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണ്. ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണ്. അവനേറ്റം മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെപ്പോൾ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയിലില്ലേ. അവനേറ്റം മുറിപ്പാടുകൾ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെപ്പോൾ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയിലില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണ്. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. ഒരു കണ്ണിനും ദയയില്ലാതെ ചേറ്റിൽ കിടന്ന എന്നെ കൈകൾ പിടിച്ചുയർത്തി കൂടന്നും നിർത്തിയവൻ. ഒരു കണ്ണിനും ദയയില്ലാതെ ചേറ്റിൽ കിടന്ന എന്നെ കൈകൾ പിടിച്ചുയർത്തി കൂടന്നും നിർത്തിയവൻ. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ലേ. അവനെപ്പോൾ ക്ഷണത്തിലെന്നും ചെയ്യുന്നവൻ ആരുമില്ലേ. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ലേ. അവനെപ്പോൾ ക്ഷണത്തിലെന്തും ചെയ്യുന്നവൻ ആരുമില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു
അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്ക് നൽകാം. എഴുന്നേറ്റു നടക്കാനി യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്ക് നൽകാം. എഴുന്നേറ്റു നടക്കാനി യേശുവിൻ നാമത്തിൽ. കരുതാനിതുപോലൊരു ദൈവം വേറില്ല ഈ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെയവൻ കാക്കും തൻ കൈകളിൽ. കരുതാനിതുപോലൊരു ദൈവം വേറില്ല ഈ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെയവൻ കാക്കും തൻ കൈകളിൽ. ആകാശപ്പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ, അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെ പുലർത്തുകില്ലേ. ആകാശപ്പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ, അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുകില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോകുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്ക് നൽകാം. എഴുന്നേറ്റു നടക്കാനി യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്ക് നൽകാം. എഴുന്നേറ്റു നടക്കാനി യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, യേശു അതിശയവാനാണേ. യേശു അതിശയവാനാണേ. ஹalleluya ஹalleluya ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். ஹalleluya. அவர் செய்த எண்ணிலடங்காத நன்மைகளுக்காக ஆண்டவருக்கு நன்றி சொல்லுவோம். ஹalleluya ஹalleluya. திக்கற்ற பிள்ளைகள் கூவி அழைக்க ஆண்டவர் தம் குரலை, பிள்ளைகளின் குரலை கேட்டார். ஹalleluya. லூக்கா நற்செய்தி 18ஆம் அதிகாரம் 1 முதல் வாசிப்போம். மனம் தளராமல் எப்போதும் ஜெபிக்க வேண்டும் என்பதற்கு ஆண்டவர் ஒரு ஓமை சொன்னார். ஹalleluya. உங்களில் அநேகர் எப்போதுமே தங்கள் தேவைக்காக விண்ணப்பம் கூறிக்கொண்டே இருப்பார்கள். அருமையானவர்களே, உங்களுக்கு தெரியாது, நீங்கள் வரும் போகும் வழிகளிலெல்லாம் எவ்வளவோ இடங்களில் பிரேயர் நடக்கும். நீங்கள் பெற்றிருக்கும் இந்த மேலான சக்தி, வல்லமை உண்மையாகவே அவர்களுக்கு இல்லை. ஹalleluya. ஏன் அவர்களுக்கு கிடையாது? இது ஒரு மனிதனால் தரப்படுவதல்ல. ஒரு மனிதன்
உங்களுக்கு தர முடியாது. ஆண்டவராகிய கடவுளுடைய பேர் இரக்கத்தாலே ஆவியானவர் இந்த பெரிய சக்தியை உங்கள் மேல் அனுப்புகிறார். மனம் தளராமல் ஜெபிக்க வேண்டும் என்பதற்கு அவர் ஓமை சொன்னார். ஒரு நகரத்தில் நடுவன் ஒருவன் இருந்தான். அவன் கடவுளுக்கும் அஞ்சுவதில்லை, மனிதர்களையும் மதிப்பதில்லை. ஒரு நகரத்தில் யாருக்கும் பயப்படாத ஒரு நடுவன் இருந்தான், தீர்ப்பு வழங்குகிறவன். யாராவது தப்பு பண்ணினால் அவனிடம் சென்று நியாயம் கேட்பார்கள். அப்போது அந்த மனக்கடினம் உள்ள அந்த நடுவன் யாருக்கும் உடனே தீர்ப்பு வழங்குவதில்லை. இங்கே என்ன கூறப்படுகிறது? அவன் கடவுளுக்கும் அஞ்சுவதில்லை, மனிதர்களையும் மதிப்பதில்லை. நியாயஸ்தன், தீர்ப்பு வழங்குகிறவன், அவனுக்கு யாரையும் பயம் இல்லை, மனிதர்களையும் பயம் இல்லை, கடவுளையும் அவனுக்கு பயம் கிடையாது. அப்படி இருக்கும்போது அந்த நகரத்தில் உள்ள விதவையான பெண் ஒருத்தி அவனிடம் சென்று என் எதிராளியை கண்டித்து எனக்கு நீதி வழங்கும் என்று அவனிடம் கேட்டுக்கொண்டே வந்தாள். ஹல்லேலூயா, ஹல்லேலூயா. பல முறை அவனிடம் கேட்டபோதும் அவன் நீதி வழங்கவே இல்லை. மீண்டும் அவனுக்கு வெகு காலமாக நாட்கள் கடந்து சென்று கொண்டே இருக்கும் போதும் இந்த விதவையான பெண்ணுக்கு நீதி வழங்க அவனுக்கு விருப்பமே இல்லை. அடுத்து பின்னர் அவன் நான் கடவுளுக்கும் அஞ்சுவதில்லை. நம்ம கூட்டத்தில் யாராவது உண்டா அப்படி கடவுளுக்கு பயப்படாதவர்? ஹல்லேலூயா. அது ஒன்று தான் பயம். ஒரு மனுஷனுக்கும் பயம் இல்லை. அவன் வெட்டு வாளோடு வந்தாலும் பயம் இல்லை. ஆண்டவரே பயப்படாத நடுவன் அவன் என்ன கூறுகிறான்? மனிதர்களுக்கும் அஞ்சுவதில்லை, கடவுளுக்கும் நான் பயப்படுவதில்லை. என்றாலும் இந்த பெண், இந்த விதவையானவள் என்னை தொல்லைப்படுத்தி கொண்டே இருக்கிறாள். ஹல்லேலூயா. அப்படி தொல்லை என்னால் தாங்க முடியவில்லை, அவள் தொல்லைப்படுத்துவதை என்னால் பொறுத்து கொள்ள முடியவில்லை. நான் தொல்லை தாங்காமல், அவளுடைய தொல்லை எனக்கு தாங்க முடியவில்லை. ஆதலால் நான் அவளுக்கு நீதி வழங்கியாக வேண்டும். நான் அவளுக்கு நீதி வழங்குவேன். இல்லாவிட்டால் எப்போதும் 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 எனக்கு நீதி வழங்கும், எனக்கு நீதி வழங்கும், எனக்கு நீதி வழங்கும் என்று சொல்லி என் உயிரையே வாங்கி கொண்டிருப்பாள். இதை சொன்னவர் யாரு? யாரு? ஆண்டவர் இயேசு. ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவரே இந்த ஓமை சொன்னார். எதற்காக சொன்னார்? அடுத்து வாசிப்போம். அதற்கு பின் ஆண்டவர் அந்த நீதியில்லாத நடுவன் சொன்னதை பாருங்கள். ஹல்லேலூயா. நம்மால் தேர்ந்து கொள்ளப்பட்டவர்கள், நம்மால் கடவுளால் தேர்ந்து கொள்ளப்பட்ட அவருடைய மக்கள்
அல்லும் பகலும் தம்மை நோக்கி, நம்ம அல்ல தம்மை பிதாவை நோக்கி மன்றாடும் போது அவர் நீதி வழங்காமல் இருப்பாரோ? ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. அவர்களுக்கு துணை செய்ய காலம் தாழ்த்துவாரோ? விரைவிலேயே தம்மால் தேர்ந்து கொள்ளப்பட்டவர்கள், தம்மால் பிதாவாகிய தேவனால் தேர்ந்து கொள்ளப்பட்டவர்கள் பிதாவின் கூடாரத்தில் காணப்படுகிறார்கள். ஹல்லேலூயா. தம்மால் தேர்ந்து கொள்ளப்பட்டவர்களுக்கு அவர் நீதி வழங்காமல் இருப்பாரோ? ஆண்டவரால் தேர்ந்து கொள்ளப்பட்டவர்கள், அவர்களுடைய விருப்பப்படி ஒரு பிரேயர் அல்ல. அவர் நிறுத்தினார், அவர் கூப்பிட்டார், அவர் அழைத்தார், அவர் குரல் கேட்டார்கள், அவர் வல்லமையின் அபிஷேகத்தால் நிரப்பினார், கொண்டு வந்தார், நிறுத்தினார். நீதியற்ற நடுவன் விதவைக்கு நீதி வழங்கினான் என்றால் என்னும் எழுத்து அவர் கூறியது. அருமையானவர்களே, ஆபிரகாமின் சந்ததிகளுக்குத்தான் நீதி கிடைக்கும். அவர்கள்தான் கடவுளின் மக்கள். உலகத்தார் எல்லோருமே நீதிக்குரியவர்கள் அல்ல. கணவனில்லாத கைம்பெண் என்று சொல்லும்போது கடவுளில்லாத மக்கள். வேட்டினத்தாருக்கு கடவுள் இல்லை, அவர்கள் யாருக்கும் ஆண்டவர் இல்லை. புறஜாதியர், சமாரிய பெண் புறஜாதி, ஆண்டவர் இல்லாத ஜனம். அதான் ஆண்டவர் இயேசு சொன்னார், நீதியற்ற நடுவன் விட தொல்லை தாங்காமல் இந்த கைம்பெண்ணுக்கு நீதி வழங்குவோம் என்றான். அப்படி என்றால் ஆண்டவரால் தேர்ந்து கொள்ளப்பட்டவர்களுக்கு அவர் நீதி வழங்காமல் இருப்பாரோ? இந்த லாஸ்ட் நீதி என்றால் என்னது? மகா எழுப்புதல் உலகெங்கும் உண்டாக. ஹல்லேலூயா, ஹல்லேலூயா. அதான் அந்த பெரிதான காரியம். நீதியற்றவன் விதவைக்கு நீதி வழங்கினான் என்றால் ஆண்டவரால் தேர்ந்து கொள்ளப்பட்ட மக்களின் குரலொலி, அவர்களுடைய கண்ணீர் நிறைந்த மண்டாட்டை ஆண்டவர் புறக்கணிக்க முடியாது. ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவரிடம் அவரால் தேர்ந்து கொள்ளப்பட்ட அவருடைய பிள்ளைகள் அல்லும் பகலும் கண்ணீரோடு கெஞ்சி மன்றாடும் போது அவர்கள் குரலொலி வானமண்டலத்தின் மேலே பிதாவின் சன்னிதானத்தில் சென்று சேரும். ஹல்லேலூயா. அதுதான் பிரேயர். ஆண்டவர் அற்புதம் செய்வார், மன்றாட்டை கேட்பார், செவியேற்பார். அவர் மேலான இரக்கத்தோடு நன்மை செய்வார். அதான் இந்த கடைசி காலத்தில் மகா எழுப்புதலின் காலத்தை ஏற்படுத்தி நாங்கள் இங்கு வரும்போது தெரியாதே, ஆனால் வந்த பிறகு 17 ஆண்டுகள் ஆண்டவராகிய கடவுள் எழுப்புதலுக்காய் ஜெபிப்பதை அவர் சொல்லி அந்த பிரேயர் ஆரம்பித்து அவர் அதை ஏற்றுக்கொண்டார். எங்குமே உங்களால் காண முடியாது. 1993 ஏப்ரல் 6ஆம் தேதி இந்த ஸ்தாபனத்தை துவக்குவதற்காக வந்த நாளில் இருந்து அன்று முதலே எல்லா நாளும் டெய்லி பிரேயர் உண்டு. அதான் சிறப்பான காரியம். சிலர் வர முடியாமல் போனாலும்
வியாதிப்பட்டு படுக்கை என்றாலும் ஆண்டவர் திருப்பி சிலரை ஏற்படுத்துவார். சிந்தித்து பாருங்கள். பிரேயர் இதனுடைய அடித்தளம், இதனுடைய மேல்தளம், இதனுடைய கட்டுமானம், இதனுடைய வேலைகள் எல்லாமே நீங்கள் காணும் இடம் மொத்தம் முழுமையாக பிரேயரால் அடித்தளமிடப்பட்டது. ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுங்கள். நீங்களும் ஜெபித்தால் உங்கள் இல்லங்களில் வெற்றி உண்டாகும். நீங்களும் ஆண்டவரை நோக்கி கண்ணீரோடு ஜெபித்தால் உங்கள் குடும்பத்தில் ஆசீர்வாத பெருமழை போல பெய்திறங்கும். ஹல்லேலூயா. ஜெபியுங்கள், ஜெயத்தை பெற்றுக்கொள்ளுங்கள். ஹல்லேலூயா. 25 ஆண்டுகளுக்கு மேலாக ஒரு யுத்தமுனை போல் காணப்பட்ட இடப்பாடில் எதிரிகளை வீழ்த்திய வாள் பிரேயர். ஹல்லேலூயா. தோற்று போன மண்டலம் போல ஓடி போனார்கள். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவர் இறங்கி வந்தார். ஆண்டவர் இறங்கி வருவார். ஆண்டவரோடு இருங்கள். அவரை நம்புங்கள், அவரை நம்புங்கள். அவர் அடைக்கல பாறை. அந்த பாறையாலே நம்மை மூடி மறைப்பார். அவருடைய திட்டங்கள் எல்லாமே, உங்களுடைய திட்டங்கள் எல்லாமே அவர் நிறைவேற்றுவார். அவர் ஆண்டவர். உலகையும் உலகத்தையும் வானமண்டலத்தையும் ஆளுகை செய்கிற ஆண்டவர். ஹல்லேலூயா, ஹல்லேலூயா. நாம் எல்லோரும் ஜெபிக்கும்போது உண்மையாகவே உங்களில் ஆண்டவர் நாவி இறங்கும். நீங்கள் ஆண்டவர் நாவி பெற்ற மக்கள் என்பதால் உங்களுக்கு தெரியாது. உங்களை உட்கார வீட்டில் சும்மா வெறுமையாக உட்கார வைக்க முடியாது. அதனால் ஒரு பெரிய டேங்கு போல் அது நிரம்ப அபிஷேக வல்லமை உங்கள் வீட்டை தேடி வந்துட்டே இருக்கும். ஹல்லேலூயா, ஹல்லேலூயா. அந்த வல்லமை நாவி ஜெபத்தூண்டுதலை தரும். நீங்கள் ஜெபிக்கும் போதே நிறுத்த முடியாத ஜெபம் உங்களில் கடந்து வரும். ஆண்டவர் பெரிய காரியம் செய்வார். உங்கள் குடும்பங்களுக்கு பெரிய காரியம் செய்வார். பெரிய ஆசீர்வாதங்களை தருவார். ஆண்டவருக்கு கோடி கோடி நன்றி சொல்லுவோம். எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord, glory to Lord, glory to Lord, praise the Lord, hallelujah, 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 amen. எழும்பி பிரகாசி, எழும்பி பிரகாசியுங்கள். உங்கள் வேலை வந்துள்ளது. உங்கள் இல்லம் தேடி ஆண்டவரின் ஜுவாலை புறப்பட்டு வருகிறது. உங்கள் இல்லம் தேடி ஆண்டவரின் வல்லமை கடந்து வருகிறது. Praise the Lord. அடைக்கல பாறையாம் ஆண்டவரே, அடைக்கல பாறையாம் ஆண்டவரே, உம்முடைய அருமையான மக்கள் மேலே வான மண்டலத்தின் மேலிருந்து உன்னதத்தின் சக்தியை அனுப்பும்படியாய் ஜபிக்கிறோம். அவர்கள் எல்லாம் நிரம்பும்படியாய் ஜபிக்கிறோம். அவர்கள் வீட்டை சுட்டி அக்கினி ஜுவாலை பந்தளமாக ஜபிக்கிறோம். நிரப்பாண்டவரே, 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 தலை முதல் கால் வரை நிரப்பாண்டவரே, நிரப்பாண்டவரே, நிரப்பு, 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 நிரப்பாண்டவரே, நிரப்பு, நிரப்பு. ஆண்டவரே, உம்முடைய உன்னத வல்லமை இந்த மக்கள் மேல் ஊற்றப்படட்டும். ஆண்டவரே, வயது முதிர்ந்தவர்கள், இளைஞர்கள், சிறுவர்கள், பிள்ளைகள் அனைவர் மேலும் உமது பலம் இறங்கும்படியாக ஜபிக்கிறோம்.
சக்தியே இறங்கும்படியாய் ஜபிக்கிறோம். ஓட்டும்படியாய் ஜபிக்கிறோம். செயலாற்றும்படியாய் ஜபிக்கிறோம். Praise the Lord. Glory to Lord. ஆண்டவரே, ஏழ்மையான மக்களின் இல்லங்கள் செழிப்பாகும்படியாய் ஜபிக்கிறேன். ஆண்டவரே, ஏழ்மையான மக்களின் குடும்பங்களில் மாற்றம் உண்டாக ஜபிக்கிறேன். ஆசீர்வாத கரம் செயலாற்றும்படியாக ஜபிக்கிறேன். உன்னதத்தின் வல்லமை இறங்கி தாங்கும்படியாக ஜபிக்கிறேன். அக்கினி ஜுவாலை பற்றி படரும்படியாக ஜபிக்கிறேன். மது பிரகாச வலயம் உண்டாக ஜபிக்கிறேன். இருள் அகண்டு போக ஜபிக்கிறேன். சாத்தானிய சக்திகள் எறிந்து போகும்படியாக ஜபிக்கிறேன். சாசின் கட்டுகள் நிர்மூலமாகும்படியாக ஜபிக்கிறேன். மந்திரவாதத்தின் கட்டுகள் அவிழ்க்கப்படும்படியாக ஜபிக்கிறேன். Praise the Lord. கோடி கோடி நன்றி செலுத்துகிறோப்பா. கோடி கோடி நன்றி செலுத்துகிறோப்பா. கோடி கோடி நன்றி ஆண்டவரே. கோடி கோடி நன்றி ஆண்டவரே. கோடி கோடி நன்றியப்பா. கோடி கோடி நன்றி ஆண்டவரே. நீர் செய்த நன்மைகள் ஏராளம். நீர் செய்த நன்மைகள் ஏராளம். ஆண்டவரே, உமக்கு நன்றி. நன்றியோடு ஸ்தோத்தரிக்கிறோம். ஆண்டவரே, பிள்ளைகளின் இருதயங்களில் சந்தோஷம் நிரம்பட்டு சமாதானம் உண்டாகட்டும். சரீர பலம் உண்டாகட்டும். ஜப ஆவி இறங்கட்டும். மக்கள் உம்மை துதிக்கட்டும். உம்மை ஆராதிக்கட்டும். போட்டி போட்டி புகழ்ந்தேட்டு. நன்றி பிதாவே. நன்றியோடுமை துதிக்கிறோம். நன்றியோடுமை ஸ்தோத்தரிக்கிறோம். நன்றியோடுமை துதிக்கிறோம். நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. நன்றியோடுமை துதிக்கிறோம். நன்றியோடுமை ஸ்தோத்தரிக்கிறோம் பிதாவே. நன்றி ஆண்டவரே. நன்றி ஆண்டவரே. நன்றி ஆண்டவரே. நன்றி பிதாவே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளும் நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமேன், ஆமேன். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. நன்றி.